നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത ഉദ്ഘാടനം സർക്കാരിനെ അറിയിച്ചില്ല. കാസർഗോഡ് സമാന്തര ഉദ്ഘാടനം നടത്തി ഇടതുമുന്നണി. ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറിയിക്കാതെയുള്ള ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധാർഹമാണെന്ന് CH കുഞ്ഞമ്പു MLA. BJPയിൽ പൊട്ടിത്തെറിയെന്ന വാർത്ത നിഷേധിച്ച് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP ഉജ്ജ്വല വിജയം നേടുമെന്നും ML അശ്വിനി. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയം. പോലീസ് അന്വേഷണം ഊർജിതം. കാസർഗോഡ് വിദ്യാനഗറിൽ വൻ മയക്കുമരുന്നുവേട്ട. സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന 34.31 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാതൃകയായി നോമ്പുതുറ കൗണ്ടർ. കാസർഗോഡ് CH സെന്റർ ദുബായ് KMCC മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ചാണ് നോമ്പുതുറ കൗണ്ടർ ഒരുക്കിയത്. കാരുണ്യത്തിന്റെ തണലൊരുക്കി മലബാർ സാംസ്കാരിക വേദി. ചെർക്കളം അബ്ദുള്ളയുടെ സ്മരണയിൽ കുമ്പളയിൽ ഇഫ്താർ സ്നേഹവിരുന്നും ആദരിക്കൽ ചടങ്ങും നടത്തി. ചെങ്കള പഞ്ചായത്ത് വിരാട് ഹിന്ദു സംഗമം വിവിധ പരിപാടികളോടെ നടന്നു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള തലപ്പാടി ചെങ്കള റിച്ചിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമാന്തര ജനകീയ ഉദ്ഘാടനവും നടത്തി. CH കുഞ്ഞമ്പു MLA-യും ഇടതുമുന്നണി നേതാക്കളുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറിയിക്കാതെയുള്ള കൊച്ചിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധാർഹമാണെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ദേശീയപാതയിലെ 1ാം റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് ഉൾപ്പെടെയുള്ള റീച്ചുകളുടെ ഉദ്ഘാടനം കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നുള്ളിപ്പാടി ദേശീയപാതയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമാന്തര ജനകീയ ഉദ്ഘാടനവും നടത്തി. CH കുഞ്ഞമ്പു MLA-യും ഇടതുമുന്നണി നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രകടനത്തിൽ ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. നരേന്ദ്രമോദിയുടെ ധിക്കാരം കേരള നാട്ടിൽ നടപ്പില്ല. കേരള ജനത തള്ളിക്കളയോ, നിങ്ങളുടെ ധാർഷ്ട്യം തള്ളിക്കളയോ. ഓർത്തു കളിച്ചോ BJP, ഓർത്തു കളിച്ചോ BJP. ഇൻകുലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. നാടമുറിച്ചുകൊണ്ട് CH കുഞ്ഞമ്പു MLA ദേശീയപാതയുടെ സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയ കേരള സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ. ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറിയിക്കാതെയുള്ള കൊച്ചിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധാർഹമാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ CH കുഞ്ഞമ്പു MLA പറഞ്ഞു. നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം വളരെ ഏകപക്ഷീയമായി പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നു എന്നത് അറിയുന്നത് ഇന്നാണ്. കേരള ഗവൺമെൻറ് അറിയിക്കുന്നില്ല, വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നില്ല, ഒരാളോടും പറയാതെ ഇന്ന് ഉദ്ഘാടനം. അപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു ഈ ഉദ്ഘാടനം ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഒരൊറ്റ പറയുള്ളൂ, ഉദ്ഘാടനം ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തു. കാരണം ആദ്യത്തെ റീച്ച് തലപ്പാടി ചെർക്കള പൂർത്തിയായിട്ട് ഏതാനും മാസങ്ങളായല്ലോ, ഞങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. പ്രധാനമന്ത്രി ഈ തോന്നിയാസം കളിച്ചപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത്. ഇത് ഒരു മാന്യതയില്ലാത്ത പരിപാടിയാണ്. രാഷ്ട്രീയമെല്ലാം ആവാം, അപ്പുറം നമ്മൾക്കല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു പദ്ധതി
സംസ്ഥാന ഗവൺമെൻറ് കൂടി പങ്കാളിത്തമുള്ളൊരു പദ്ധതി, ഇനി അഥവാ കേന്ദ്രം തന്നെ ആയിക്കോട്ടെ, ആ പദ്ധതിക്ക് സംസ്ഥാനത്ത് അറിയിക്കണ്ടേ? മുഖ്യമന്ത്രി വേണ്ടേ? വകുപ്പ് മന്ത്രി വേണ്ടേ? ആരോടും പറയാതെ ഞാൻ ഉദ്ഘാടനം ചെയ്യും എന്ന് എവിടെയോ ഇരുന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ പറയാം, ഈ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓഫീസ് പൂട്ടിപ്പോയത്? ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എന്താണ് പിണറായി വന്നപ്പോൾ ചെയ്തത്? പിണറായി വന്നപ്പോൾ പറഞ്ഞു നാഷണൽ ഹൈവേ എന്ത് വില കൊടുത്തും നടപ്പിലാക്കും. അതിനെന്ത് വേണം? ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ പൊന്നിന് വില കൊടുക്കണം. 4 ഇരട്ടി മാർക്കറ്റ് വിലയുടെ കൊടുത്തില്ലേ? 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ അന്നത്തെ 10 കൊല്ലം മുമ്പത്തെ 4 ഇരട്ടി പണം കിട്ടിയപ്പോൾ ആളുകൾ കണക്കൂട്ടിയപ്പോൾ നല്ല വില എല്ലാവരും ഓരോ ഒബ്ജക്ഷനിലാണ് കൊടുത്തില്ലേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയാണ് അത്രയും വില കൊടുത്ത് കേരളത്തിൽ ഭൂമി മേടിക്കില്ല. എന്ത് ചെയ്തു? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും നിതിൻ ഗഡ്കരിയെയും കണ്ടു. എന്നിട്ട് ചർച്ച നടത്തി പറഞ്ഞു 25% ഞങ്ങൾ കേരളം വഹിക്കാം. 6000 കോടി രൂപ കിഫ്ബിയിൽ നിന്നെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഭൂമി ഏറ്റെടുക്കാൻ അടച്ചതിന് ശേഷമല്ലേ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കുന്നത്? എന്നിട്ട് ഭൂമി ഏറ്റെടുത്തു. മുഴുവൻ സംസ്ഥാന സർക്കാർ ചെയ്തില്ലേ? വന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഈ പദ്ധതി പ്രവൃത്തി തുടങ്ങിയപ്പോൾ എന്തെല്ലാം തടസ്സമുണ്ടായി? കീഴാരൂരിൽ നടന്ന സമരം നമുക്ക് ഓർമ്മയില്ലേ? വയൽക്കിളികൾ എവിടെയെല്ലാം ഉണ്ടായി? ആ സമരങ്ങളെ അടിച്ചമർത്തിയിട്ടല്ല, എല്ലാം ബോധ്യപ്പെടുത്തി. എല്ലാ കാര്യങ്ങളും ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാത്തിലും ഇടപെട്ടു. മാസാമാസം റിവ്യൂ മീറ്റിംഗ് വെച്ചു. അങ്ങനെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ജനകീയമായ ഒരു ഇടപെടലുണ്ടായില്ലേ? എന്നിട്ട് കേരളത്തിലെ ഗവൺമെൻറ് അറിയിക്കാതെ വളരെ ധിക്കാരത്തോട് കൂടിയിട്ട് ആരെന്ത് ചെയ്യുന്നു? പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായി ഉദ്ഘാടനം എന്ന് പറയുന്നു. അതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ കാണിച്ചത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടനമാണ് യഥാർത്ഥ ഉദ്ഘാടനം. ഇവിടെ ഈ തലപ്പാടി ചെർക്കള റീച്ചിൽ പൂർത്തിയായ ഭാഗത്ത് കാസർഗോഡ് ടൗണിൽ വെച്ചാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. അത് LDF ആണ് അതിന് നേതൃത്വം കൊടുത്തത്. ജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ളതാണ്. ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ടാണ് ഇത് അറേഞ്ച് ചെയ്തത്. കുറച്ച് നേരത്തെ അറിഞ്ഞത് ആയിരക്കണക്കിന് ആളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ ഞങ്ങൾ പെട്ടെന്നാണ് ഇങ്ങനെയുണ്ട് പ്രതിഷേധിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വന്നാൽ പിന്നെ ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഈ പ്രതിഷേധത്തിൽ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും അണിനിരക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള ദേശീയപാത റീച്ചുകളുടെ ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ സമാന്തര ഉദ്ഘാടനവും റോഡ് ഷോയും നടത്തിയും സമാന രീതിയിൽ പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയപാത റീച്ചുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയ നടപടി വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനെയടക്കം ചടങ്ങിൽ ഉൾപ്പെടുത്തിയപ്പോൾ മന്ത്രി റിയാസിനെ ഒഴിവാക്കിയ നടപടിയെ സർക്കാർ നിശിതമായി വിമർശിച്ചു. ദേശീയപാത ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് കാസർഗോഡ് ദേശീയപാതയിൽ പ്രതീകാത്മക ഉദ്ഘാടനം LDFിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. CH കുഞ്ഞമ്പു MLA ആണ് ആ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. 100 കണക്കിന് പേർ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായി. വരും ദിവസങ്ങളിലും ഈ ഒരു ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കുമെന്നാണ് CH കുഞ്ഞമ്പു MLA നമ്മോട് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. BJPയിൽ പൊട്ടിത്തെറിയെന്ന വാർത്ത നിഷേധിച്ച് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. തനിക്കെതിരെ നിരന്തരം വ്യാജവാർത്തകൾ പടച്ചുവിടുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ AK അഷ്റഫ് MLAയുടെ പരാജയഭീതി മൂലമാണ് തനിക്കെതിരെ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും ML അശ്വിനി KCN ന്യൂസിനോട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ എന്നും നടക്കാറുള്ളത്. ഇത്തവണ K സുരേന്ദ്രൻ മത്സരിക്കുന്നതിലൂടെ കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ മണ്ഡലമായി മഞ്ചേശ്വരം മാറിയിട്ടുണ്ട്. എന്നാൽ BJPക്കുള്ളിൽ ചില ഭിന്നതയുണ്ടെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ വേണ്ടി BJPയുടെ ജില്ലാ അധ്യക്ഷ ML അശ്വിനി തന്നെ നമ്മോടൊപ്പമുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഈ ഒരു അഭിപ്രായ ഭിന്നത, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എന്തായിരുന്നു? ഇവിടെ ഭിന്നത ഉണ്ട് എന്ന് നമുക്കറിയാല. ഞാനൊക്കെ മാധ്യമത്തിൽ കണ്ടിട്ടാണ് നനക്കറിഞ്ഞത്. ഇത് ഇവിടെ ഭിന്നത ഉണ്ടോ, ആരെക്കാണ്, എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇത്ര ആൾ വിളിക്കുമ്പോൾ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ തന്നെ നോക്കുമ്പോൾ ഇങ്ങനെ വിഷയം. അപ്പോ എനിക്കൊരു അതിശയമായി പോയി. ബിക്കോസ് നമ്മൾ കോർ കമ്മിറ്റി ചേരാത്ത കോർ കമ്മിറ്റിയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എന്തിനാണ് ഇങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്ര ആലോചിച്ചു പോലും എനിക്ക് കിട്ടുന്നേ ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായത് മഞ്ചേശ്വരത്ത് BJP ജയിക്കാൻ പോകുന്നുള്ളത്. അപ്പൊ ആ ജയിക്കാൻ പോവണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാർട്ടിയിലെ പാർട്ടിയുടെ ലീഡേഴ്സ് അകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പുറത്തേക്ക് പ്രചരണം നടത്തിയെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രവർത്തകന്മാർ, നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തകന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂ.
അപ്പോൾ ഈ വോട്ടുകൾ അവർ ഇടാൻ പോകുന്നില്ല, BJP ഇടാൻ പോകുന്നില്ല, അപ്പൊ ഈ വോട്ടുകൾ ലീഗിക്ക് കിട്ടൂ എന്ന ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് AK മഷ്റഫ് ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിപ്പിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ട് എനിക്ക് ശക്തമായിട്ടുള്ള സംശയമുണ്ട്. അപ്പോൾ ആ ശക്തമായിട്ടുള്ള സംശയത്തിന്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിലുണ്ട്. ഒരിക്കൽ പ്രൂഫ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രം ഞാൻ അത് ലീഗൽ നോട്ടീസ് ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട് ഉള്ളതാണ്. ബിക്കോസ് ഒരു പ്രാവശ്യമെങ്കിൽ നമുക്ക് അവരാ ഓക്കെ വിടാം, രണ്ടാമത്തെ തവണ, മൂന്നാം തവണ, ഇത് 4ാം തവണമാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, എനിക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ എന്തിനാണ് ചേർക്ക് പോയിട്ട് കല്ലിടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ട് ഉണ്ടായത്. പക്ഷെ ഈ പ്രാവശ്യം ഒന്നും എന്തെങ്കിലും ഞാൻ വിടാൻ പോകുന്നില്ല. ബിക്കോസ് ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞെങ്കിൽ ഇതിക്കുള്ള ശക്തമായിട്ടുള്ള മറുപടി അതേപോലെ നടപടി ഞാൻ ലീഗലായിട്ട് ഞാൻ പോകും. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു വിജയ പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം മഞ്ചേശ്വരത്ത് നമുക്ക് വിജയം സാധിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറുമായി ഇപ്പൊ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി വന്ന ശേഷം സെൻട്രലിൽ വന്ന ശേഷം നിരവധി ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്കറിയാം, അതൊന്നും പറയണ്ടല്ലോ. ബിക്കോസ് ഡെവലപ്മെന്റ്സ് കാണുന്നുള്ളത് അങ്ങനെ കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് ഇവിടെ AK മഷ്റഫ് എന്ത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നു? ഈ 5 കൊല്ലം മാത്രമല്ല, കാലകാലമായിട്ട് ഒരു പ്രാവശ്യം മാത്രമാണ് CPM-ന്റെ MLA ഉണ്ടായിരുന്നു. കാലകാലമായിട്ട് മുസ്ലിം ലീഗിന്റെ MLA-മാർ മഞ്ചേശ്വരത്ത് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു? ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല, മെഡിക്കൽ സിസ്റ്റം ഇല്ല, അതെല്ലാം അറിയാം വിഷയം. അപ്പോൾ ഇത് ഒന്നും ചെയ്യാത്ത ആൾക്ക് ഇനി വോട്ട് കൊടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഒരു പ്രാവശ്യം നമുക്ക് BJP-നെ വിജയിപ്പിച്ചിട്ട് നോക്കാം എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചകൾ വന്നുകൊണ്ടിട്ടുണ്ട്. BJP എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, BJP-യിൽ മാത്രമാണ് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള പറയുന്ന ഒരു ചർച്ചകൾ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ടായിട്ട് ഈ AK മഷ്റഫ് ഇങ്ങനെയുള്ള കളികൾ നടത്തുന്നുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം തീർച്ചയായിട്ട് ജനങ്ങള് ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ള പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്തിട്ടായിട്ട് NDA സ്ഥാനാർത്ഥിനെ അവിടെ വിജയിപ്പിക്കും. ഈ ടോൾ വിഷയം ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇതിൽ BJP ഇടപെട്ടിട്ടാണ് ഈ ടോൾ ഒഴിവാക്കിയത് എന്നാണ് BJP പറയുന്നത്. ഈ വിഷയം എങ്ങനെയായിരിക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രതിഫലിക്കുക? എങ്ങനെയായിരിക്കും ഇത്? 100% BJP ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ടോൾ അവിടുന്ന് ക്ലോസ് ആയിട്ടുള്ളത്. അത് എനിക്ക് വിത്ത് പ്രൂഫ് ആണ് ഞാൻ എല്ലാവർക്കും കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് അത് ഒരു പ്ലസ് പോയിന്റ് ആവും. ബിക്കോസ് എത്ര കള്ളപ്രചരണം നടത്തിയിട്ട് ഒരു കണ്ണുക്ക് മണ്ണിടുന്ന പോലെ നാടകം ചെയ്തെങ്കിലും പോലും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിന്റെ ഉള്ളിൽ അറിയുക ഇത് BJP കൊണ്ട് മാത്രമാണ് ടോൾ ക്ലോസ് ആക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് BJPക്ക് മാത്രമാണ് ജനങ്ങളെ പ്രശ്നം എന്താണും എന്ന് പറഞ്ഞിട്ടുള്ള ആ സെന്റിമെന്റ് അറ്റാച്ച് ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യത്തിൽ BJP ആണ് ഇത് ടോൾ പ്ലാസ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു നന്നായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. ഈവൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാരും ലീഗിന്റെ LDF-ന്റെ ആൾക്കാരും നമുക്കറിയാം മാഡം, ഇത് നിങ്ങളെ കൊണ്ട് മാത്രമാണ്, BJP-നെ കൊണ്ട് മാത്രമാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷെ അഷ്റഫ് ഒരു നാടകം അവിടെ കളിച്ചു. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ പ്രസ് മീറ്റിലും പോലും ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് ഞാൻ വെച്ചുകൊണ്ട് അത് നമുക്ക് ഈ പ്രാവശ്യം നന്നായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. മഞ്ചേശ്വരം കൂടാതെ മറ്റു 4 മണ്ഡലങ്ങൾ കൂടിയുണ്ട് ജില്ലയിൽ. അപ്പൊ ഇവിടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇവിടെയും അതേപോലെയാണ്. മഞ്ചേശ്വരത്തിന്റെ സെയിം ടൈപ്പിലാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് എനിക്ക് 5 അസംബ്ലി മണ്ഡലം ഉണ്ട്, ഒരു ജില്ലാ അധ്യക്ഷർക്ക് 5 അസംബ്ലി ഒരേപോലെയാണ്. അപ്പോൾ ആ 5 അസംബ്ലിയിൽ പോലും നമ്മളിപ്പോൾ വർക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. 5 അസംബ്ലി ഇൻചാർജസ്മാരുണ്ട്, അവർ അവരുടേതായ രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ മഞ്ചേശ്വരത്തിൽ എന്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ അതേപോലെ വർക്ക് സെയിം ആണ് ഈ 4 മണ്ഡലത്തിൽ നടക്കുന്നുള്ളത്. വോട്ട് ചേർക്കുന്നതാവട്ടെ, നമ്മൾ വാൾ പെയിന്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ശക്തി കേന്ദ്ര അടിസ്ഥാനത്തിലുള്ള ഇൻചാർജസ്, അത് അങ്ങനെയുള്ള പ്രചരണങ്ങളും അത് നടക്കുന്നുള്ളതാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള ഈ പ്രാവശ്യത്തിന് ഇലക്ഷൻ ഒരു നന്നായി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ടൈപ്പിലും നമ്മൾ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. A ക്ലാസ് മണ്ഡലമാണല്ലോ മഞ്ചേശ്വരം BJP. അവിടെ ഈ പ്രധാനമന്ത്രി എത്തും എന്നുള്ളൊരു മോസ്റ്റ്ലി അവർ വരും. എപ്പോഴും പ്രതീക്ഷയുണ്ടല്ലോ A ക്ലാസ് മണ്ഡലമാകുമ്പോൾ നരേന്ദ്രമോദിജി വരും, അത് ഇമ്പാക്ട് കൂടി ഉണ്ടാവും. അപ്പൊ ഈ പ്രാവശ്യം എന്തെങ്കിലും നരേന്ദ്രമോദിജി വരും എന്ന് പറയുന്ന ഒരു ആശയം എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ സ്റ്റേറ്റ് ഘടകത്തിനോട് കൂടി ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നന്നായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് നിങ്ങളുടെ ഒരു പ്രചരണം എന്താണ്? നിങ്ങളുടെ ഒരു മുദ്രാവാക്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ത് മുദ്രാവാക്യം? മതിയായി MLA, മതിയായി മുസ്ലിം ലീഗ് ആൻഡ് LDF. ഇനി ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് വോട്ട് കൊടുക്കുക. സോ വോട്ട് ഫോർ ഡെവലപ്മെന്റ്. എന്തായാലും വോട്ട് ഫോർ ഡെവലപ്മെന്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ BJP കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം BJP-യുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് BJP ജില്ലാ അധ്യക്ഷ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മഞ്ചേശ്വരത്ത് മികച്ച വിജയം നേടുമെന്നും ML അശ്വിനി വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.
കാസർഗോഡ് നുള്ളിപ്പാടിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ തള്ളുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന 3 നില കെട്ടിടത്തിന്റെ ലിഫ്റ്റിനായി എടുത്ത കുഴിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി ഏകദേശം 9:30 മണിയോടെയാണ് കെട്ടിട ഉടമ മൃതദേഹം കണ്ടത്. കെട്ടിടത്തിൽ ചിലർ കിടന്നുറങ്ങുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇക്കാര്യം പരിശോധിക്കുവാനാണ് ഉടമ എത്തിയത്. ഇതിനിടയിൽ ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ ഏകദേശം 50 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരാൾ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഉടമ പോലീസിനെ വിവരമറിയിച്ചു. കാസർഗോഡ് ഇൻസ്പെക്ടർ നളിനാക്ഷന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും പ്രാഥമികാന്വേഷണം നടത്തുകയും ചെയ്തു. VM സതീശന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഫയർമാൻമാരായ ഗോകുൽ, സാബിത്ത്, അതുൽ രവി, പ്രജീത്, ജിജോ തുടങ്ങിയവർ കുഴിയിലിറങ്ങിയാണ് മൃതദേഹം കരക്ക് കയറ്റിയത്. മൃതദേഹത്തിൽ അടിയേറ്റതിൻ്റെയും വലിച്ചിഴച്ചതിൻ്റെയും പാടുകളുള്ളതായി പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. മൃതദേഹത്തിൽ അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് മുകളിലായി ചോരപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ മരണം കൊലപാതകമാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. കൊലപാതകത്തിനു ശേഷം മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാകാം എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ബംഗളൂരു സ്വദേശിയായ മഞ്ജുനാഥ എന്നയാളാണ് മരണപ്പെട്ടതെന്ന് സംശയിക്കുന്നു. സ്ഥലത്തു നിന്നും ലഭിച്ച ആധാർ കാർഡാണ് ഇത്തരമൊരു സംശയത്തിന് കാരണം. ഇയാൾ ആരാണെന്ന് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ബുധനാഴ്ച രാവിലെ പരിശോധനയും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കി മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. മരണത്തിന്റെ യഥാർത്ഥ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വിദ്യാനഗറിൽ വൻ മയക്കുമരുന്നുവേട്ട. സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന 34.31 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. മുട്ടത്തൊടി ആതിഫ് മൻസിലിൽ മുഹമ്മദ് അൻഷീദ് AC, ചെങ്കള കുരോടി ഹൌസിൽ മുഹമ്മദ് അബൂബക്കർ എന്നിവരെയാണ് വിദ്യാനഗർ ഇൻസ്പെക്ടർ സഫ്വാൻ P-യും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 34.31 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. തിങ്കളാഴ്ച രാത്രി 8:30 മുട്ടത്തൊടി സിറ്റിസൺ നഗറിലായിരുന്നു സംഭവം. പട്രോളിംഗിനിടെ റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട KL 14 AC 8049 നമ്പർ സ്വിഫ്റ്റ് കാർ പരിശോധിക്കാൻ പോലീസ് അടുത്തേക്ക് ചെന്നപ്പോൾ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാവ് പെട്ടെന്ന് അകത്തുകയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് സംഘം വാഹനം തടയുകയും പരിശോധന നടത്തുകയുമായിരുന്നു. കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും പ്രതികളുടെ പക്കൽ നിന്നുമായി 3 പാക്കറ്റുകളിലായാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. 34.31 ഗ്രാം MDMA, ലഹരിക്കടത്തിനുപയോഗിച്ച സ്വിഫ്റ്റ് കാർ, 2 ഐഫോണുകൾ, വിവിധ ബാങ്ക് കാർഡുകൾ, 11,240 രൂപയും 30 UAE ദർഹവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ ലഹരിമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനികളാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇൻസ്പെക്ടർ സഫ്വാൻ P-യോടൊപ്പം CPO-മാരായ നിതീഷ് C, ബിജു, ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൾക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാതൃകയായി നോമ്പുതുറ കൗണ്ടർ. കാസർഗോഡ് CH സെന്റർ, ദുബായ് KMCC മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ചൊരുക്കിയ നോമ്പുതുറ കൗണ്ടർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമായി മാറുകയാണ്. കാസർഗോഡ് CH സെന്റർ, ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ നോമ്പുതുറ കൗണ്ടർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാണ്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും നോമ്പു തുറക്കാനുള്ള വിഭവങ്ങളും അത്താഴം കഴിക്കാനുള്ള ഭക്ഷണവും
റമളാനിലെ എല്ലാ ദിവസവും ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. സുമനസ്സുകളുടെ സഹകരണത്തോടെ കഴിഞ്ഞ കുറച്ചു വർഷമായി കാസർഗോഡ് CH സെന്ററിന്റെ നേതൃത്വത്തിൽ നോമ്പുതുറയ്ക്കുള്ള സൗകര്യം ജനറൽ ആശുപത്രിയിൽ ചെയ്തു വരികയാണ്. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി തുടർച്ചയായ 3-ാം വർഷമാണ് CH സെന്ററുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. നോമ്പു തുറക്കാനുള്ള ഫ്രൂട്ട്സ്, എണ്ണക്കടികൾ, ജ്യൂസ്, കഞ്ഞി, ചായ, പഴം തുടങ്ങിയവയോടൊപ്പം ദിവസവും രാത്രിയിൽ അത്താഴം കഴിക്കാനുള്ള ഭക്ഷണവും ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. CH സെന്റർ വളണ്ടിയർമാരോടൊപ്പം മുസ്ലിം ലീഗ് KMCC പ്രവർത്തകരും ഇവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആശുപത്രി സൂപ്രണ്ടും ജീവനക്കാരുമെല്ലാം വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് CH സെന്റർ പരിശുദ്ധ റമളാൻ മാസത്തിൽ കഴിഞ്ഞ കുറേ വർഷമായി ഇവിടെയുള്ള രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടിരിപ്പുകാർക്കുമെല്ലാം നോമ്പ് തുറയും അത്താഴവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി കാസർഗോഡ് നിയോജക മണ്ഡലം ദുബായ് KMCC കമ്മിറ്റിയാണ് കാസർഗോഡ് CH സെൻറ്ററുമായി സഹകരിച്ച് ഈ പ്രവർത്തനത്തിൻ്റെയോടൊപ്പം നിൽക്കുന്നത്. ഇവിടെ 100 കണക്കിന് രോഗികളും അവരോടൊപ്പം ബൈസ്റ്റാൻഡറായിട്ട് എത്തുന്ന ആളുകളുമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്കെല്ലാവർക്കും നോമ്പ് തുറക്കാവശ്യമായ പലവിധ വിഭവങ്ങൾ നൽകുന്നുണ്ട്. ചായയുണ്ട്, കഞ്ഞിയുണ്ട്, ഫ്രൂട്ട്സുണ്ട്, എണ്ണക്കടികളുണ്ട്, അതുപോലെ തന്നെ ഈത്തപ്പഴം അടക്കമുള്ള പഴവർഗ്ഗങ്ങളടക്കമുള്ള ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം രാത്രി നോമ്പ് നോക്കുന്ന കുറേ ആളുകൾ ഈ രോഗികളുടെ കൂടെ വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് അത്താഴം കഴിക്കാനുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണവും നൽകുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഞങ്ങളിവിടെ ഈ പ്രവർത്തനവുമായി ദുബായ് KMCC കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ സൂപ്രണ്ടും ഇവിടുത്തെ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകന്മാരുമൊക്കെ ഞങ്ങളുമായി വളരെ നല്ല രീതിയിലാണ് സഹകരിക്കുന്നത്. ഇവിടെ സേവനം ചെയ്യാൻ നിരവധി വളണ്ടിയർമാരുണ്ട്. CH സെൻറ്ററിൻ്റെ വളണ്ടിയർമാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം ലീഗിൻ്റെയും KMCCയുടെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാരും നേതാക്കളും ഒക്കെയുണ്ട്. എല്ലാവരും ഈ നല്ലൊരു ഉദ്യമത്തിൽ ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഏറെ ശ്രേഷ്ഠമായ ഈ കാര്യത്തിൽ വലിയ പിന്തുണയാണ് നൽകുന്നത്. തീർച്ചയായും ഞങ്ങൾ കുറേ വർഷമായി തുടങ്ങിയത് ഇനിയും ഇത് മുന്നോട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാരുണ്യത്തിന്റെ തണലൊരുക്കി മലബാർ സാംസ്കാരിക വേദി. ചെർക്കളം അബ്ദുള്ളയുടെ സ്മരണയിൽ കുമ്പളയിൽ ഇഫ്താർ സ്നേഹവിരുന്നും ആദരിക്കൽ ചടങ്ങും നടത്തി. പ്രവാസ ലോകത്തും ജന്മനാട്ടിലും 1/4 നൂറ്റാണ്ടിലേറെയായി കാരുണ്യത്തിന്റെയും സാംസ്കാരിക മുന്നേറ്റത്തിന്റെയും കൈവിളക്കായി തെളിഞ്ഞു നിൽക്കുന്ന ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി ഒരിക്കൽ കൂടി മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ വിരുന്നൊരുക്കി. തുളുനാടിന്റെ വികസന നായകനും മതേതരത്വത്തിന്റെ കാവലാളുമായിരുന്ന മർഹൂം ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ ജ്വലിക്കുന്ന സ്മരണ പുതുക്കി ബാംഗ്ലൂർ അൽഫാലക് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഈ വർഷത്തെ റംസാൻ റിലീഫും ഇഫ്താർ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചത്. ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം കുമ്പള റോയൽ ഖുബ റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു. കേവലം ഒരു വിരുന്നിലുപരി കല, കായികം, സാമൂഹികം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കുന്ന അനുമോദന സദസ്സ് കൂടിയായിരുന്നു സംഗമം. കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാനും നാടിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാനും മുൻപന്തിയിലുള്ള സംഘടനയുടെ ഈ മഹത്തായ ഉദ്യമത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. മർഹൂം ചെർക്കളം അബ്ദുള്ള സാഹിബ് പകർന്നു നൽകിയ മനുഷ്യത്വത്തിന്റെ സന്ദേശം വരും തലമുറകളിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യം കൂടി ഈ കൂട്ടായ്മയ്ക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാ മേഖലയിലും തിരുവനന്തപുരക്കാരാണ് എങ്കിലും അവർ കാണുമ്പോൾ ചോദിക്കുന്നത് അസുഖങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അസുഖമുള്ള എല്ലാ റമദാനിലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും നല്ല വിപുലമായ രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെർക്കളത്തുള്ള സാഹിബിനോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും കാര്യസാധ്യത്തിന് വേണ്ടി നേതാക്കൾ ഉണ്ടാകുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാലം കഴിഞ്ഞു പോയാൽ അവരെ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് പാസ്പോർട്ട്. അങ്ങനെയല്ല, ചെർക്കളത്തുള്ള സാഹിബ് മരണപ്പെട്ടിട്ടും കുറേ വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്നും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രവർത്തനമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡുകൾ വിതരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള പഞ്ചായത്ത് വിരാട് ഹിന്ദു സംഗമം വിവിധ പരിപാടികളോടെ നടന്നു. എടനീർ മഠത്തിന്റെ പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി.
ചെങ്കള പഞ്ചായത്തിലെ വിവിധ ബാലഗോകുലങ്ങളിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തഭജനയോടെയാണ് സംഗമത്തിന് തുടക്കമായത്. തുടർന്ന് വനിതാ സംഘങ്ങൾ കൈകൊട്ടിക്കളിയും തിരുവാതിരക്കളിയും അവതരിപ്പിച്ചു. എടനീർ മഠാധിപതി ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮಿ ಅನುಗ್ರಹ ಪ್ರಭಾಷಣ ನಡೆಸಿ ಒಂದು ಕುಟುಂಬ ಅಥವಾ ಮಕ್ಕಳು ಬೇರೆಲ್ಲೋ ಕೆಲಸದ ನಿಮಿತ್ತ ಇರ್ತಾರೆ, ಹಿರಿಯರು ಮನೆಯಲ್ಲಿ ಇರ್ತಾರೆ. ಕೆಲವು ಮನೆಗಳಲ್ಲಿ ಆ ರೀತಿಯ ಸಂತಾನವೇ ಇರೋದಿಲ್ಲ ಅಥವಾ ಇದ್ದರೂ ಕೂಡ ಕಮ್ಮಿ. ಈ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಸಮಾಜ ಇವತ್ತು ಬೆಳೀತಾ ಬಂದಿದೆ. ಮುಖ್ಯವಾಗಿ ಅಂತಹ ಆ ಕುಟುಂಬ ಜೀವನದ ವ್ಯವಸ್ಥೆ ಏನಿದೆ ಅಂತಹ ಕಲ್ಪನೆಗಳು ಮತ್ತೆ ಮರುಕಳಿಸುವಂತಹ ಅಗತ್ಯ ಇವತ್ತಿದೆ. ಪ್ರಾಯೋಗಿಕವಾಗಿ ಇವತ್ತು ಹಿಂದಿನ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಆ ರೀತಿಯಲ್ಲಿ ಇರಲಿಕ್ಕೆ ಅಸಾಧ್ಯವಾಗಬಹುದು. ಆದರೆ ಅಂತಹ ಸಂಬಂಧಗಳನ್ನು ನಾವು ಮತ್ತೆ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಳ್ಳುವುದು ಇವತ್ತು ಅಗತ್ಯವಾಗಿದೆ. ಹಿಂದೆಲ್ಲ ಒಂದು ಮನೆಯಲ್ಲಿ 25 ಜನ 50 ಜನ ಇರ್ತಾಯಿದ್ರು. ಸಂಜೆ ಆಗುವಾಗ ಎಲ್ಲ ಸೇರಿಕೊಂಡು ಭಜನೆಯನ್ನು ಮಾಡ್ತಾಯಿದ್ರು, ದೇವರನ್ನು ಪ್ರಾರ್ಥಿಸ್ತಾಯಿದ್ರು, ಧರ್ಮದ ಚಿಂತನೆಗಳನ್ನು ಮಾಡ್ತಾಯಿದ್ರು. ಆದರೆ ಇವತ್ತು ನಾವು ಸಣ್ಣ ಮಗುವಿಗೆ ಕೈಯಲ್ಲಿ ನಾವು ಊಟ ಮಾಡಬೇಕಿದ್ರೆ ನಾವು ಮೊಬೈಲ್ ಕೊಡ್ತೇವೆ. ಅಂದರೆ ಆ ರೀತಿಯ ಒಂದು ಸಂಸ್ಕಾರ ಇವತ್ತು ಬದಲಾಗ್ತಾ ಬಂದಿದೆ. ಒಂದು ಊಟ ಮಾಡಬೇಕಿದ್ರೆ ನಾವು ಕಾರ್ಟೂನನ್ನು ತೋರಿಸ್ತೇವೆ. ಆದರೆ ಅದೇ ಮಗುವಿಗೆ ನಾವು ನಮ್ಮ ಧರ್ಮದ ವಿಷಯಗಳನ್ನು ಅಥವಾ ಅಂತಹ ಭಾವಚಿತ್ರಗಳನ್ನು ಅಥವಾ ಒಂದು ಅದಕ್ಕೆ ಸ್ವಲ್ಪ ತಿಳಿದುಕೊಳ್ಳುವಂತಹ ಪ್ರಾಯವಾದಾಗ ನಮ್ಮ ಧರ್ಮದ ವಿಷಯಗಳನ್ನು, ನಮ್ಮ ಪುರಾಣದ ಕಥೆಗಳನ್ನು ಈ ರೀತಿಯಲ್ಲಿ ನಾವು ತಿಳಿಸ್ತಾ ಬಂದರೆ ಆ ಎಳೆಯ ಮನಸ್ಸಿಗೆ ಅದು ಸರಿಯಾಗಿ ನಾಟಿದ್ರೆ കുട്ടികളുടെ സുസൂക്ഷ്മമായ മനസ്സുകളിൽ ദേശീയ ധാർമ്മിക സാംസ്കാരിക പൗരാണിക കുടുംബ മൂല്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വിതച്ചാൽ ഭാവി തലമുറ ശക്തമായ ഭാരത രാഷ്ട്ര നിർമ്മാണത്തിന് വഴിയൊരുക്കുമെന്നും ജാതിയും വിഭാഗീയ രാഷ്ട്രീയവും മാറ്റിവെച്ച് ഹിന്ദു സമൂഹത്തിന്റെ ഐക്യത്തിനായി എല്ലാവരും സമയവും പരിശ്രമവും സമർപ്പിച്ചാൽ ഹിന്ദു സമൂഹം വീണ്ടും ഉജ്ജ്വലമായി വളരുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ വിരാട് ഹിന്ദു സമിതി ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ശിവശങ്കർ നെക്രാജെ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് VHP ഉത്തര സംഭാഗ് സംഘടനാ കാര്യദർശി ജിജേഷ് പട്ടേരി ദിക്കൂച്ചി പ്രസംഗം നടത്തി. സാമൂഹിക പ്രവർത്തകരും എടനീർ മഠത്തിന്റെ രക്ഷാധികാരിയും മാനേജറുമായ രാജേന്ദ്ര കല്ലൂർ, കെ മാധവ ഹെരളെ കലേരി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് ഗുരുവായൂരിലെ ശ്രീബ്രഹ്മം ഭജൻ സംഘത്തിന്റെ ഭജന പരിപാടിയും നടന്നു. ഭക്തി, സംസ്കാരം, സമൂഹം, ഐക്യം എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച വിരാട് ഹിന്ദു സംഗമത്തിൽ ഭക്തരും പൊതുജനങ്ങളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടനീർ. LDF ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും മുമ്പ് തൃക്കരിപ്പൂർ തലിച്ചാലത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. CPM നേതാവ് ഡോക്ടർ VPP മുസ്തഫയ്ക്ക് വിജയാശംസ നേർന്ന് കൂറ്റൻ കട്ടൌട്ടും ഉയർത്തി. ഇളമ്പച്ചി തലിച്ചാലം പാതയോരത്താണ് 15 അടി ഉയരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നത്തോടെയുള്ള CPM നേതാവിന്റെ വർണ്ണ കട്ടൌട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യ പരിഗണനയിലുള്ള തൃക്കരിപ്പൂർ സ്വദേശിയും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ജില്ലാ നേതാവുമായ ഡോക്ടർ VPP മുസ്തഫയ്ക്ക് വിജയാശംസകൾ നേർന്നാണ് കൂറ്റൻ കട്ടൌട്ട് ഉയർത്തിയത്. മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെത്തി VPP മുസ്തഫ പ്രചാരണം നടത്തി വരുന്നുമുണ്ട്. തലിച്ചാലം സഖാക്കളുടെ പേരിലാണ് ഇളമ്പച്ചി തലിച്ചാലം പാതയോരത്ത് കട്ടൌട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ തൃക്കരിപ്പൂരിൽ ടൗൺ ലോക്കൽ പരിധിയിലെ വെള്ളാപ്പിലും നോർത്ത് തൃക്കരിപ്പൂർ ലോക്കൽ പരിധിയിലെ നടക്കാവിലും CPM തെരഞ്ഞെടുപ്പ് ചിഹ്നത്തോടെ LDF ചുവരെഴുത്തുകളും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് നോമ്പുതുറ നടത്തി. വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രേഖ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന നോമ്പുതുറയിൽ വനിതാ വിംഗ് പ്രവർത്തകരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും പങ്കെടുത്തു. മുതിർന്ന അംഗത്തിന് ധനസഹായ വിതരണവും നടത്തി. വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രേഖ മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വസന്ത ബാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N കുഞ്ഞായിഷ, ട്രഷറർ MK സമീറ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, യൂണിറ്റ് സെക്രട്ടറി മുഗൾ റഷീദ്, വനിതാ വിംഗ് ജില്ലാ ഭാരവാഹികളായ MK ലീലാവതി, രാധാ സുരേന്ദ്രൻ, ദീപ ജയരാജ്, VP ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശ്രീ സത്യസായി പ്രേമവാഹിനി രഥയാത്രയ്ക്ക് കാസർഗോഡ് ഉജ്ജ്വല സ്വീകരണം നൽകി. കാസർഗോഡ് താളിപ്പടുപ്പ് സത്യസായി അഭയനികേതന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്.
ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി സഞ്ചരിക്കുന്ന ശ്രീ സത്യസായി പ്രേമവാഹിനി രഥയാത്രയ്ക്ക് കാസർഗോഡ് താളിപ്പടുപ്പ് സത്യസായി അഭയനികേതന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച ശോഭയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണത്തോടെയാണ് താളിപ്പടുപ്പ് സത്യസായി അഭയനികേതനിലെത്തിയത്. തുടർന്ന് പാതുക ദർശനം, സത്സംഗം, തുടർന്ന് ധാർമ്മിക സഭയിൽ സത്യസായി സേവ കർണാടക സംസ്ഥാന കോർഡിനേറ്റർ ജഗന്നാഥ് നാടികേറ മുഖ്യപ്രഭാഷണം നടത്തി. സത്യസായി ജില്ലാ പ്രസിഡന്റ് എച്ച് മഹാലിംഗ ഭട്ട്, താളിപ്പടുപ്പ് ശ്രീ സത്യസായി അഭയനികേതൻ പ്രസിഡന്റ് ഡോക്ടർ SB കണ്ടിഗെ, സെക്രട്ടറി P ലത, മനോഹര നായിക്, P വൃന്ദ, കവിത V റാവു, CN രാമകൃഷ്ണ, അശോക് ബാംഗ്ലൂർ എന്നിവർ സംബന്ധിച്ചു. അഭയനികേതൻ ജോയിന്റ് സെക്രട്ടറി B പ്രേമപ്രകാശ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് മഹാമംഗളാരതി, പ്രസാദ വിതരണം എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വളാന്തോട് ക്ഷീരസംഘത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വളാന്തോട് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാടുമായി സഹകരിച്ചു നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് വിജയകുമാർ നായർ KN അധ്യക്ഷത വഹിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിലകുമാരി, KK വേണുഗോപാൽ, KC മോഹൻദാസ്, ഡോക്ടർ കൃഷ്ണകുമാരി, ഡോക്ടർ സച്ചിൻ പത്മൻ, പരപ്പ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഷീന SN എന്നിവർ സംസാരിച്ചു. വളാന്തോട് സംഘത്തിന്റെ കർഷക ക്ഷേമ പരിപാടിയോടൊപ്പം ജനസമ്പർക്ക പരിപാടികളും കൂടെ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിക്കുകയാണ്. കാഞ്ഞങ്ങാടിന്റെ പ്രഗത്ഭരായ 8ഓളം ഡോക്ടർമാരാണ് ഇന്നിവിടെ, കൃഷ്ണകുമാരി ഡോക്ടർ അടക്കം 8ഓളം ഡോക്ടർമാരാണ് ഈ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായി പങ്കെടുക്കുന്നത്. പങ്കെടുക്കുന്ന ആൾക്കാർക്കുള്ള സൗജന്യ മരുന്ന് വിതരണം, അതുപോലെ ലാബ് സൗകര്യങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നല്ലൊരു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത്. സംഘം സെക്രട്ടറി പ്രദീപ് കുമാർ CS സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുലേഖ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സംഘം ഡയറക്ടർമാരായ ശശിധരൻ നായർ, മാത്യു സെബാസ്റ്റ്യൻ, ജോജി ജോർജ്, രാഘവൻ KK, രാജശ്രീ V, ക്യാമ്പ് കോർഡിനേറ്റർമാരായ ശശിധരൻ കാര്യാട്ട്, ജോർജ് വർഗീസ്, അശോകൻ KK, കിഷോർ മാസ്റ്റർ, N ചന്ദ്രശേഖരൻ നായർ, P രാജപ്പൻ നായർ, സൂര്യനാരായണ ഭട്ട് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഡോക്ടർ കൃഷ്ണകുമാരി, ഡോക്ടർ സച്ചിൻ പത്മൻ, ഡോക്ടർ ആരതി രാഗേഷ്, ഡോക്ടർ ജീജ K, ഡോക്ടർ റോഷിത് PV, ഡോക്ടർ ആതിര നായർ, ഡോക്ടർ അശ്വിൻ K, മേഘ ബാലകൃഷ്ണൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ടുത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. തെയ്യംകൂടൽ നടന്നു. അടോട്ട് മൂത്തേഴുത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്നതും ഇടച്ചിയിൽ വരപ്രവൻ തറവാട്, കോയ്മ തറവാട് പദവി അലങ്കരിക്കുന്നതുമായ പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ടുത്സവത്തിന് തിരിതെളിഞ്ഞു. ചെറിയ അടുക്കളയിൽ നിന്നും വലിയ അടുക്കളയിലേക്ക് അടുക്കള മാറൽ ചടങ്ങ് നടന്നു. സ്ഥാനികരുടെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. രാത്രി കൈവീത് ചടങ്ങോടുകൂടി ഉത്സവം ആരംഭിച്ചു. തുടർന്ന് മറക്കളത്തിൽ തെയ്യം കൂടൽ ചടങ്ങും തെയ്യങ്ങളുടെ തോറ്റവും നടന്നു. സമാപന ദിവസമായ 12-ന് രാവിലെ 9 മണിക്ക് കോരച്ചൻ തെയ്യവും 12-ന് കണ്ടനാർ കേളൻ തെയ്യവും അരങ്ങിലെത്തും. വൈകിട്ട് 4 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും തുടർന്ന് ചൂട്ടൊപ്പിക്കൽ ചടങ്ങും വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടക്കും. 10-ന് മറപിളർക്കൽ ചടങ്ങ്, തുടർന്ന് കൈവീതോടുകൂടി ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ഉദ്ഘാടനം സർക്കാരിനെ അറിയിച്ചില്ല. കാസർഗോഡ് സമാന്തര ഉദ്ഘാടനം നടത്തി ഇടതുമുന്നണി. ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറിയിക്കാതെയുള്ള ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധാർഹമാണെന്ന് CH കുഞ്ഞമ്പു MLA. BJPയിൽ പൊട്ടിത്തെറിയെന്ന വാർത്ത നിഷേധിച്ച് BJP ജില്ലാധ്യക്ഷ ML അശ്വിനി.
മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP ഉജ്ജ്വല വിജയം നേടുമെന്നും ML അശ്വിനി. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയം. പോലീസ് അന്വേഷണം ഊർജിതം. കാസർഗോഡ് വിദ്യാനഗറിൽ വൻ മയക്കുമരുന്നുവേട്ട. സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന 34.31 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാതൃകയായി നോമ്പുതുറ കൗണ്ടർ. കാസർഗോഡ് CH സെന്റർ ദുബായ് KMCC മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ചാണ് നോമ്പുതുറ കൗണ്ടർ ഒരുക്കിയത്. കാരുണ്യത്തിന്റെ തണലൊരുക്കി മലബാർ സാംസ്കാരിക വേദി. ചെർക്കളം അബ്ദുള്ളയുടെ സ്മരണയിൽ കുമ്പളയിൽ ഇഫ്താർ സ്നേഹവിരുന്നും ആദരിക്കൽ ചടങ്ങും നടത്തി. ചെങ്കള പഞ്ചായത്ത് വിരാട് ഹിന്ദു സംഗമം വിവിധ പരിപാടികളോടെ നടന്നു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.